ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്താൽ നീറ്റ് കിട്ടുമോ? വലിയൊരു ചോദ്യമാണല്ലോ. ഒരുപാട് ആളുകൾ ഇപ്പോൾ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്കറിയാം. കാരണം ഒരു ഓൺലൈൻ റിപ്പീറ്ററുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്താൽ നീറ്റ് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഒരു സമയത്ത്. അതായത് ഭൂരിഭാഗം ആളുകളും 2026 നീറ്റിന് വേണ്ടി എങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങിയത്. ഈ ചോദ്യത്തിനുള്ള ഏറ്റവും നല്ല ഉത്തരവുമായി ഒരാൾ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. സൈലത്തിൻ്റെ ഓൺലൈൻ ടോപ്പർ ആയിട്ടുള്ള 2025 നീറ്റ് എക്സാമിൽ, അതായത് നമ്മൾ ഏറ്റവും ടഫസ്റ്റ് എക്സാം, കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും ടഫസ്റ്റ് നീറ്റ് എക്സാം ആയിരുന്നു 2025 നടന്നത്. ആ ടഫസ്റ്റ് നീറ്റ് എക്സാമിൽ അത് ക്രാക്ക് ചെയ്ത് സൈലത്തിൻ്റെ ഓൺലൈൻ ടോപ്പറായി മാറിയ ഒരാൾ ഇന്ന് എൻ്റെ കൂടെയുണ്ട്, നിവേദിത. ഹായ് നിവേദിത. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഓൺലൈൻ റിപ്പീറ്റർ ആകാൻ പോകുന്ന നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുമായിട്ടാണ് നിവേദിത വന്നിട്ടുള്ളത്. അതിനൊപ്പം ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്താൽ നീറ്റ് കിട്ടുമോ എന്നുകൂടി കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് നിവേദിത പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. ഒരു ഓൺലൈൻ റിപ്പീറ്ററുടെ ജീവിതത്തെക്കുറിച്ച്, ഒരു ഓൺലൈൻ റിപ്പീറ്ററുടെ ലൈഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ച്, അതിൻ്റെ നിവേദിത ഫോളോ ചെയ്ത സ്ട്രാറ്റജികളെ കുറിച്ച്, അല്ലേ? അതായത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഓൺലൈനിൽ റിപ്പീറ്റ് ചെയ്യണോ എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും. മോളുടെ നീറ്റ് എക്സാമിന്റെ സ്കോർ എത്രയായിരുന്നു? 609. സൈലത്തിന്റെ ഓൺലൈൻ ടോപ്പറാണ്. സൈലത്തിന്റെ ഓൺലൈൻ ഫീനിക്സ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു മോള്, അല്ലേ? എന്ത് തോന്നുന്നു ഇപ്പോൾ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല ഇത്ര കിട്ടുന്നത്. എക്സാം കഴിഞ്ഞ ശേഷം കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേറ്റ് പോലും ചെയ്യാതിരുന്നത് സ്കോറ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു വിജയം നേടാൻ പറ്റി. നല്ലൊരു റാങ്കും, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന ഒരു റാങ്കും നേടാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പാരൻസിനാണെങ്കിലും എനിക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കും. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷത്തെക്കാൾ കൂടുതൽ അഭിമാനമുണ്ട്. ആ പറഞ്ഞതിലൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. കാരണം നിവേദിതയുടെ സ്കോർ നിവേദിത ചെക്ക് ചെയ്യുന്നത്, നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിവേദിത സ്കോർ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ വിളിക്കുമ്പോഴെല്ലാം സ്കോർ ചെക്ക് ചെയ്തിട്ടില്ല എന്ന മറുപടിയാണ് നിവേദിത ഭാഗത്തുനിന്നുണ്ടാവാറില്ല. നിവേദിത ആദ്യമായിട്ട് സ്കോർ ചെക്ക് ചെയ്യുന്നത് റിസൾട്ട് വന്ന ജൂൺ 14 അതായത് നീറ്റ് എക്സാം കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞ് ഏകദേശം 2 മാസത്തോളം സമയം കഴിഞ്ഞു. എനിക്ക് ആദ്യം ചോദിക്കാനുള്ള കാര്യം, ഈ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഐ മീൻ സ്കോർ എന്തായിരിക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അത് ഇത്രയും നാൾ ഉണ്ടായിട്ടില്ലേ? സത്യം പറഞ്ഞില്ല. കാരണം നീറ്റ് എക്സാം കഴിഞ്ഞ ശേഷം ഞാൻ കിട്ടൂല എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം കഴിഞ്ഞ 2 തവണ എഴുതിയപ്പോഴും എനിക്ക് നല്ലൊരു സ്കോർ കിട്ടിയില്ല. അതായത് ഒരു മെഡിക്കൽ കോളേജിൽ കിട്ടേണ്ട അത്ര സ്കോർ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും 1 വർഷം കൂടി ഓരോ തവണയും മാറ്റി വെക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഈ വർഷവും അങ്ങനെ ആവുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും പറഞ്ഞു, നീ ഓക്കെ ആണെങ്കിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഇത്ര കഷ്ടപ്പെട്ടല്ലേ, കുറച്ച് കാലം റിലാക്സ് ചെയ്തിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്തത്. തന്നെ അറിയാമെന്ന് വിചാരിച്ചു. നന്നായി. എന്തായാലും എന്തുകൊണ്ട് ഓൺലൈൻ? ഓൺലൈൻ എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കുന്നതായിരുന്നു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനത്തെ ഒരു സ്പേസ് വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്കൊരു റൂമിലിരുന്ന് പഠിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാവുന്ന പോലെയുള്ള ക്ലാസ്സുകളായിരുന്നു. അതായത് എനിക്ക് മാത്രമല്ല, ഏത് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനും മനസ്സിലാവുമായിരുന്നു. ഒരു ടോപ്പർ ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലും, ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലും, ആവറേജ് ഗ്രൂപ്പിലുള്ള കുട്ടിയാണെങ്കിലും ഏറ്റവും എളുപ്പം, അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും എഫക്റ്റീവ് ആയിരുന്നു ഓരോ ക്ലാസ്സും, ഓരോ ടീച്ചറിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഓൺലൈൻ തന്നെ ഓക്കെ പോവാം എന്ന് വിചാരിച്ചത്. പിന്നെ മെൻറ്റേഴ്സ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. പിന്നെ ഓൺലൈൻ സൈലത്തിൻ്റെ ആപ്പിൽ ഒരുപാട് ഡൗട്ട് ക്ലിയറൻസിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം എനിക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന ഭൂരിഭാഗം ആളുകൾ ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യണോ എന്ന് തീരുമാനം എടുക്കാൻ പോകുന്ന പലർക്കും അറിയേണ്ട ഒരു കാര്യം, സൈലത്തിൽ ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയറൻസ് എങ്ങനെയായിരിക്കും? കാരണം ടീച്ചേഴ്സിനെ നേരിട്ട് കാണുന്നില്ല, അല്ലെ, ലൈവിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആളുകളുടെ മനസ്സിലുണ്ട്. ഡൗട്ട് ക്ലിയറിൽ നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടാകുമ്പോൾ തന്നെ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതപ്പം തന്നെ ടീച്ചേഴ്സ് പറയും. പിന്നെ ടീച്ചേഴ്സിന് അറിയാം, ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അറിയാം ഏത് ഭാഗത്താണ് കൂടുതലും ഡൗട്ട് വരുന്നത്. അപ്പോൾ അത് അവരിങ്ങോട്ട് പറഞ്ഞു തരും.
പിന്നെ അത് ക്ലാസ് കഴിഞ്ഞ ശേഷം ഉള്ള ഡൗട്ടൊക്കെ ഞാൻ AI ഗുരു എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ടായിരുന്നു ഈ വർഷം. അത് അപ്പം നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അപ്പം തന്നെ അതിൻ്റെ, അതായത് വിത്തിൻ സെക്കൻഡ്സ് അതിൻ്റെ ഒരു റിപ്ലൈ തരുമായിരുന്നു. അതും കുറേ എക്സ്പ്ലനേഷനും, ആവശ്യത്തിന് എക്സ്പ്ലനേഷനും ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഒരുപാട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. AI ഗുരുവിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആക്ച്വലി അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെ മനസ്സിലാവും അതെ ഭയങ്കര എഫക്റ്റീവ് ആണ്. അതെ അതിൽ നമുക്കിപ്പോൾ ചാപ്റ്റർ വൈസ് ആയി, ടോപ്പിക് വൈസ് ആയി, PYQസിന് PDF അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് അത് അവൈലബിൾ ആയിരിക്കും. നമ്മൾ എന്ത് ചോദിച്ചാലും ആ ഒരു ടോപ്പിക്കായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും AI ഗുരു നമുക്ക് പ്രൊവൈഡ് അതെ ചെയ്യും അല്ലേ? ഓക്കെ. പിന്നെ സൈലത്തിൽ വേറൊരു ഓൺലൈൻ ഉണ്ടായ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ഫീച്ചറായിരുന്നു. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് എങ്ങനെ ഇപ്പോൾ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, ഓരോ ക്വസ്റ്റ്യൻ്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, അതുപോലെ എത്ര സമയത്തിനുള്ളിൽ ഒരു 45 മിനിറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൽ ഓരോ ലെവൽ, ഇപ്പോൾ ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉള്ള ഒരു ഇതായിട്ട് കിട്ടും. പിന്നെ ഈസി, അതുപോലെ മോഡറേറ്റ്, പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള നമുക്ക് എന്താണോ കസ്റ്റമൈസ്ഡ് ആയിട്ട്. വേണ്ടത് അതെ അതെ അത് പ്രൊവൈഡ് ചെയ്യും. അത് ചെയ്യും. പിന്നെ എത്ര ഒരു ഇപ്പോൾ 45 മിനിറ്റ്സിനുള്ളിൽ ഒരു എക്സാം പോലെ ചെയ്യാൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് അത് നമുക്ക് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഒരു എക്സാം പോലെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ അത് തുടക്കത്തിലൊക്കെ ഓരോ ചാപ്റ്റർ വൈസ് അങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ കൂടുതൽ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രാക്ടീസ് ചെയ്തത്. കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ഈസി ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്യരുത്, ഡിഫിക്കൽട്ട് മാത്രം ഫോക്കസ് ചെയ്യരുത്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഇൻഫിനിറ്റ് പ്രാക്ടീസിൽ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ഫീച്ചറാണ്. എനിക്ക് തോന്നുന്നു ഡൗട്ട് ക്ലിയറൻസിനെ കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും ഭൂരിഭാഗം ആളുകളുടെയും. ഈ രണ്ട് ഫീച്ചറുകളും സൈലന്റ് ലേണിംഗ് ആപ്പിൽ കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് ഫീച്ചറുകളാണ്. അത് ഈ വർഷം നമ്മൾ നല്ല അതിഗംഭീരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് അറിയാനുള്ള കാര്യം, നമ്മളൊരു ദിവസം എത്ര ദിവസം പഠിച്ചിരുന്നു? ആക്ച്വലി ഇതൊന്നും എനിക്കറിയാനുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ ഓൺലൈനായി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ആളുകൾക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം എത്ര മണിക്കൂർ മുകളിൽ പഠിച്ചിരുന്നു? ഞാൻ ഒരു ദിവസം മിനിമം ഒരു 12 മണിക്കൂർ പഠിക്കുമായിരുന്നു, ബിഗിനിങ് മുതൽ തന്നെ. അപ്പോൾ അത് പിന്നീട് അവസാനം ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 15 മണിക്കൂർ എന്ന് പറയുമ്പോൾ അവസാനത്തെ ഒരു മന്ത് മാത്രമാണ് ഞാൻ 15 മണിക്കൂറിലേക്ക് പോയത്. അതുവരെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എത്ര മണിക്കൂർ എന്നുള്ളതിനേക്കാൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ 10 മണിക്കൂറാണെങ്കിൽ ഡെയിലി 10 മണിക്കൂർ പഠിക്കുന്നതാണ് എഫക്റ്റീവ്. അപ്പോൾ ഒരു ദിവസം 15 മണിക്കൂർ പഠിച്ചു, പിറ്റേ ദിവസം 10 മണിക്കൂർ പഠിച്ചു, പിറ്റേ ദിവസം 6 മണിക്കൂർ പഠിച്ചു, അതിൽ വലിയ കാര്യമില്ല. എത്ര മണിക്കൂർ പഠിക്കുന്നോ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്നത് എനിക്ക് തന്നെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ലിമിറ്റൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു 300 ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് വെച്ച് പഠിക്കുമായിരുന്നു. അത് തുടക്കം മുതലേ അങ്ങനെ ചെയ്യുമായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം എനിക്ക് പറ്റിയൊരു തെറ്റാണ്, ക്വസ്റ്റ്യൻസ് അധികം ഇത്ര പ്രാക്ടീസ് ചെയ്തില്ല വെച്ചാൽ ഒരു അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇപ്രാവശ്യം ഒന്ന് തിരുത്തണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ തുടക്കം മുതൽ ഒരു 300 ആയിരുന്നു മെയിൻ ആയിട്ട് ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 400, 500 ഒക്കെ ആ ഒരു റേഞ്ചിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വർഷത്തെ എക്സാം പല ഡിഫിക്കൽട്ടി ലെവലുള്ള ആയിട്ടും കൂടി എനിക്ക് എഴുതാൻ പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ. ഈ 12 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞല്ലോ, അതിലൊരു ഓൺലൈൻ സ്റ്റുഡന്റ് ആയതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. മീൻസ് നമ്മൾ ഇതിനു മുമ്പ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഒരു ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമയം ഓൺലൈനായി പഠിക്കുമ്പോൾ മോൾക്ക് കിട്ടിയിരുന്നു? എനിക്ക് സമയം ലാഭമാണ് ഏറ്റവും മെയിനായിട്ട് തോന്നിയത്. പിന്നെ വീട്ടിലെ കംഫർട്ട് ആകുമ്പോൾ ഒരുപാട് സ്ട്രെസ് കൊടുത്ത് പഠിക്കണ്ട. പിന്നെ ഓഫ്ലൈൻ ആകുന്ന സമയത്ത് നമ്മൾ ട്രാവലിംഗ് സമയം, അതുപോലെ ബ്രേക്ക് ടൈം, അങ്ങനെ കുറേ സമയം നമ്മൾക്ക് വേസ്റ്റ് ചെയ്യും. അത്രയും സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. അതൊക്കെ നമ്മൾ ഓൺലൈൻ ആകുമ്പോൾ ലാഭിക്കുക ചെയ്യുന്നത്. ആ സമയം കൂടി വർക്ക് ചെയ്താൽ അതിൻ്റെ കുറച്ചും കൂടി എനിക്ക് റിസൾട്ട് ഉണ്ടാകും തോന്നും. ഓക്കെ. മോൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായ സബ്ജക്റ്റ് ഏതായിരുന്നു? എനിക്ക് ഡിഫിക്കൽട്ടായത് ഫിസിക്സ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ഫിസിക്സ് ഇഷ്ടമായിരുന്നു പഠിക്കാൻ. പക്ഷേ എനിക്ക് മാർക്ക് കുറയുന്നത്, കെയർലെസ് മിസ്റ്റേക്സ് ഒക്കെ വന്ന് മാർക്ക് കുറയുന്ന ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ അത് ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തതും അത് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഫിസിക്സിൽ കെയർലെസ് മിസ്റ്റേക്സ് പറഞ്ഞാൽ ഈ കാൽക്കുലേഷൻ എറേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ആദ്യം മുതലേ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ, മീൻസ് കറക്റ്റ് ചെയ്ത് വരാൻ ശ്രമിച്ചു. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ആദ്യം ക്ലാസ് കണ്ട് അതിൻ്റെ സ്ലൈഡ്സ് റിവൈസ് ചെയ്യും. പിന്നെ സ്ലൈഡ്സിൽ തന്നെ ഒരു 100-ലധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം മെറ്റീരിയൽസ്, സൈലം പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽസ് എല്ലാ ലെവലും ചെയ്ത് നോക്കുമായിരുന്നു ഓരോ ചാപ്റ്ററിനും.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കുമായിരുന്നു, മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കുമായിരുന്നു. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ചാപ്റ്ററിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ആവും. ഓക്കെ. പിന്നെ റിവിഷൻ വരുന്ന സമയത്ത് വീണ്ടും സൈലത്തിലെ മെറ്റീരിയൽസ് ചെയ്യുമായിരുന്നു. ഓക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു മോള് ഫീനിക്സ് ബാച്ചിലായിരുന്നല്ലോ. നമ്മൾ പ്രൊവൈഡ് ചെയ്ത ക്ലാസ്സുകളുടെ ഒരു ക്വാളിറ്റി. ഉം. അത് ഞാൻ പറഞ്ഞത് എല്ലാ സ്റ്റുഡൻസിനും അത്രയും ഏറ്റവും എന്താണോ ആവശ്യം അതെല്ലാവർക്കും കിട്ടുന്ന പോലത്തെ ക്ലാസ്സുകളാണ് സൈലത്തിൻ്റെ. ഇതിപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും എന്താണോ ഒരു നീറ്റ് ആസ്പിരൻറ്റിന് വേണ്ടത് അത് സൈലം അത്രയും ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് അത്ഭുതം എന്ന് വെച്ചാൽ ക്ലാസ്സുകളിൽ പോലും പാർഷ്യാലിറ്റി ഇല്ല എന്നുള്ളതാണ്. അത് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ടാസ്ക് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അത് എനിക്ക് മനസ്സിലായിടത്തോളം എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടിക്കാണെങ്കിലും മനസ്സിലാവുന്ന രീതിയിലാണ്. ഞാനൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും സൈലത്തിൽ വന്ന ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് കറണ്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, പിന്നെ ഓർഗാനിക്കിലെ ചാപ്റ്റേഴ്സൊക്കെ അതൊക്കെ എനിക്കതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ശേഷം ക്ലാസ്സുകൾ കണ്ട് സ്ലൈഡ്സ് ഒക്കെ റിവൈസ് ചെയ്ത ശേഷമാണ് അത് നന്നായിട്ട് സ്ട്രോങ് ആയത്. ഓക്കെ. അതിനൊപ്പം ചോദിക്കാനുള്ള കാര്യം സൈലത്തിൻ്റെ ഒരു മെറ്റീരിയലിനെ കുറിച്ച്. കാരണം നമ്മൾ നീറ്റ് പോലെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ഒരു പരീക്ഷ, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നടന്ന ഏറ്റവും ടഫസ്റ്റ് ആയ ഒരു നീറ്റ് പരീക്ഷ. ആ പരീക്ഷയ്ക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലായിരുന്നു സൈലത്തിന്റെ മെറ്റീരിയലുകളെല്ലാം. അതെ, എന്തായാലും. കാരണം ഞാൻ മെറ്റീരിയൽസ് ആണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അതിലെല്ലാ പല ലെവലുണ്ട്. ടോപ്പിക് വൈസ് ഉണ്ടായിരുന്നു, ലേണിംഗ് പ്ലസ് ഉണ്ടായിരുന്നു, മൾട്ടി കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും, അതായത് ഈസി ലെവൽ മുതൽ ഡിഫിക്കൽട്ട് ലെവൽ വരെയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട്, അത് മാത്രമല്ല, അത് ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം റിവിഷൻ വരുന്ന സമയത്ത് ഞാൻ വീണ്ടും അത് തന്നെ, അതായത് പുതിയ ക്വസ്റ്റ്യൻസിന് പകരം മെറ്റീരിയൽസിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് അത് തന്നെ റിവൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ബയോളജിയിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് അസേർഷൻ റീസൺ എപ്പോഴും തെറ്റിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ സൈലത്തിലെ മെറ്റീരിയൽസിൽ മൾട്ടി കൺസെപ്റ്റ് ഭാഗത്തൊക്കെ കുറേ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും പുതിയൊരു ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ നീറ്റിൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. റീസെന്റ് ആയിട്ട് അത് ഈ കൂടുതൽ അറിയാത്ത ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടിയാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സൈലത്തിലെ മെറ്റീരിയൽസിൽ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബയോളജിക്ക് നീറ്റിൻ്റെ പ്രീവിയസ് ഇയറും സ്ലൈഡ്സിലെ ക്വസ്റ്റ്യൻസും പിന്നെ സൈലത്തിലെ മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പലതവണ ചെയ്തു. എക്സാംസ്, കാരണം നമുക്കറിയാം നീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെ ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷയാണെങ്കിലും പരീക്ഷകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പരീക്ഷകൾ എത്രത്തോളം നമ്മൾ എഴുതുന്നോ അത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് ഇങ്ങനെ ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് നമ്മളെ നീറ്റ് എക്സാമിന് ഇത്രയും ടഫായ ഒരു പരീക്ഷയായിട്ട് പോലും എനിക്ക് തോന്നുന്നു മോളെ അത് ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ സഹായിച്ചത്. അതിനു മുമ്പ് മോൾ എഴുതിയ വലിയൊരു എക്സാമുകളുടെ വലിയൊരു സീരീസ് ഉണ്ട് അല്ലേ. നമ്മുടെ എക്സാമുകളെ കുറിച്ച് ഏതൊക്കെ എക്സാമുകളാണ് മോൾ എഴുതിയിട്ടുള്ളത്, എന്തായിരുന്നു ഇതിന്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ ഒന്ന് പറയൂ. ഞാൻ ഫിനിക്സ് ബാച്ചിലെ തുടക്കം മുതലുള്ള എല്ലാ എക്സാംസും എഴുതിയിട്ടുണ്ട്. അഥവാ ഏതെങ്കിലും എഴുതാൻ പറ്റാതെ ഇരുന്നാൽ പിന്നീട് അത് ഒരു സമയം കണ്ടെത്തി എഴുതുമായിരുന്നു. അപ്പോൾ അതുകൂടാതെ ഫിനിക്സിൻ്റെ മെയിൻ എക്സാംസ് കൂടാതെ ഇടയിൽ GAB എക്സാംസ് വരുമായിരുന്നു. അപ്പോൾ അതിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കണം. കാരണം ഇപ്പം നമ്മൾ ഫിനിക്സിൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഈ GAB വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് പഠിച്ച ചാപ്റ്റേഴ്സും കൂടി റിവൈസ് ചെയ്യാനുള്ളൊരു അവസരമാണ്. എക്സാമും ആയി, അതുപോലെ റിവിഷനും ആയി. അപ്പോൾ അത് ഞാൻ മാക്സിമം ഓഫ്ലൈനായിട്ട് പോയി തന്നെ എഴുതാൻ ശ്രമിക്കുമായിരുന്നു. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ലാസ്റ്റ് 2 മാസം ഞാൻ കൂടുതലും എക്സാംസിലാണ് ഫോക്കസ് ചെയ്തത്, പിന്നെ റിവിഷനും. അപ്പോൾ സൈലത്തിൽ തന്നെ ഒരുപാട് LMRP പ്രോഗ്രാമിൽ ഒരുപാട് എക്സാംസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഡിസംബറോട് കൂടി നമ്മുടെ പോർഷൻസ് തീരും. ജനുവരി മുതൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ നമ്മുടെ ലാസ്റ്റ് റിവിഷൻ പ്രോഗ്രാം LMRP എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് നമ്മൾ അവതരിപ്പിക്കാറില്ലേ. അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു? അതാണ് കാരണം ഒരു തവണ എല്ലാം 2 പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്ത് ഇനി ലാസ്റ്റ് ഒരു റിവിഷൻ, അത് സൈലത്തിൻ്റെ ക്ലാസ്സുകളും അതുപോലെ എക്സാംസും കൂടി ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റിവിഷൻ, അതായത് കുറേ പേരൊക്കെ ഡിസംബറൊക്കെ പോർഷൻ തീർന്നാലും കുറേ പെൻഡിങ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഈ പ്രോഗ്രാം ഫോളോ ചെയ്യുന്നതിലൂടെ എല്ലാം ഒരിക്കലും കൂടി ക്ലിയർ ചെയ്ത് പോകാൻ നമുക്ക് ആ പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. പിന്നെ എക്സാംസ് അവസാനം ആകുമ്പോഴത്തേക്ക് ഡെയിലി ഏപ്രിൽ മാസത്തിലൊക്കെ ഡെയിലി ഒരു എക്സാം വീതം എഴുതാൻ നോക്കുമായിരുന്നു. ഏപ്രിൽ ഫുൾ എക്സാംസ് തന്നെയായിരുന്നല്ലേ. അതിലെനിക്ക് തോന്നുന്നു മാക്സിമം നമ്പർ ഓഫ് GABs കൂടി ഉണ്ട്. GAB നമ്മൾ എടുത്തു വരേണ്ട ഒരു സംഗതിയാണ്.
കാരണം എല്ലാ മാസവും ഓഫ്ലൈൻ ആയി ഓഫ്ലൈനായിട്ട് പോയിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓഫ്ലൈനായിട്ട് പോയി എഴുതുമായിരുന്നു. ഏപ്രിൽ ഒന്നിട്ട് ദിവസങ്ങളെല്ലാം ഓഫ്ലൈൻ GABകൾ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ എല്ലാ മാസവും GAB ഉണ്ടായിരുന്നു. വീക്ക്ലി ഒക്കെ ആയിട്ട് മാർച്ചിൽ ഒക്കെ വീക്ക്ലി ആയിട്ട് GAB ഉണ്ടായിരുന്നു. ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ്, അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലുണ്ടായിരുന്നു. എല്ലാം ഞാൻ പരമാവധി ഞാൻ ഓഫ്ലൈനായിട്ട് പോയി എഴുതുമായിരുന്നു. അതിൻ്റെ എല്ലാ ഗുണവും എനിക്ക് ഈ റിസൾട്ടിൽ കിട്ടി. എനിക്കൊന്ന് ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം, പരീക്ഷകൾ മാക്സിമം ഓഫ്ലൈനായിട്ട് എഴുതാം. ഓഫ്ലൈനായി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പരീക്ഷകളും അതായത് വീട്ടിൽ നിന്ന് ആ സമയത്ത് നമ്മൾ ഒരു എക്സാം ഹാളിന്റെ ഒരു സീരിയസ്നെസ് ഒന്നും നമ്മൾ കിട്ടില്ല. ഇപ്പോൾ OMR ബബിൾ, ചിലപ്പോൾ OMR ബബിൾ ചെയ്യാതെ ഈ ആപ്പിൽ തന്നെ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ അപ്പോൾ OMR തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നാണ്, തുടക്കം മുതലേ OMR പ്രാക്ടീസ് ചെയ്യണം. പിന്നെ പരമാവധി ഓഫ്ലൈൻ എക്സാംസും എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആക്ച്വലി നമ്മൾ GABകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഓൺലൈനായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഓഫ്ലൈൻ പരീക്ഷകളുടെ എക്സ്പീരിയൻസ് കിട്ടണം എന്ന നിർബന്ധമുള്ളതുകൊണ്ടാണ് സൈലം ആക്ച്വലി GABകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, എല്ലാ കുട്ടികളും പറയാറുണ്ട് നമ്മളോട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിവേദിത, നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം, പലപ്പോഴും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ഉറപ്പല്ലേ? കാരണം നമ്മൾ ഒറ്റയ്ക്കാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈനായി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പ് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിലാവുമ്പോൾ പലപ്പോഴും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. കാരണം ഫാക്കൽറ്റീസ് നമ്മൾ നേരിട്ട് കാണുന്നില്ല. അപ്പോൾ അവരോട് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെയുള്ള സംസാരമാണല്ലോ പോസിബിൾ ആവുക. ഈ ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്ന സമയങ്ങളിലെല്ലാം തിരിച്ച് നമ്മൾ ട്രാക്കിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിവേദിത അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആയി പോയിട്ടുണ്ടോ? കുറേ തവണ. കാരണം എന്നിട്ട് എങ്ങനെയാ തിരിച്ച് നമ്മൾ ട്രാക്കിലേക്ക് തിരിച്ചു വന്നു? എനിക്ക് അധികം ഡീമോട്ടിവേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഈ എക്സാംസിലൊക്കെ മാർക്ക് കുറയുമ്പോഴാണ്. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിലൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ അമ്മയും അച്ഛനും എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മോട്ടിവേറ്റ് ചെയ്യും കുറേ. പിന്നെ ഞാൻ LK സാറിൻ്റെ സ്റ്റോറീസൊക്കെ കാണുമായിരുന്നു. മാളവിക ഹെഗ്ഡെ, പിന്നെ യുവരാജ് സിംഗ്, പിന്നെ അൽഫോൻസ് പുത്രൻ, അങ്ങനെ കുറേ പേരുടെ ഒക്കെ ഞാൻ എപ്പോഴും കാണുമായിരുന്നു. അപ്പോൾ അതുപോലെ വീട്ടിലെ ആൾക്കാർക്കിടക്ക് ടെൻഷൻ വരും ഞാനിങ്ങനെ മാർക്ക് കുറഞ്ഞിട്ട് വിഷമിക്കുമ്പോൾ. അപ്പോൾ അവരെയും വിളിച്ച് കാണിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ഇപ്പോൾ നമ്മൾ സെൽഫ് മോട്ടിവേഷനാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ചില സമയത്ത് അത് വർക്കാവില്ല. അങ്ങനെയുള്ള സമയത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇങ്ങനെ സപ്പോർട്ടും ഒക്കെ തേടാം. ഇപ്പോൾ ഓഫ്ലൈനാണ് പഠിക്കുന്നതെങ്കിൽ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഒക്കെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയാം. അവർ എന്തായാലും മോട്ടിവേറ്റ് ചെയ്യും. ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാം. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ വീട്ടിൽ പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കാം. പിന്നെ അതുപോലെ മോട്ടിവേഷൻ വീഡിയോസ്, ഇപ്പോൾ LK സാറിൻ്റെ സ്റ്റോറീസ് ഒക്കെ ഒന്ന് കേട്ടാൽ മതി, പിന്നെ പെട്ടെന്ന് തന്നെ ട്രാക്കിലേക്ക് വരും. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഞാൻ പണ്ട് മുതലേ എൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും ഞാനും എല്ലാം ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിവേദിതയുടെ ഒരു നീറ്റ് ജേണി ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓൺലൈൻ റിപ്പീറ്റർ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആരാണ് ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഇനി നിവേദിതയ്ക്ക് എന്താണ് ഇനി വരാൻ പോകുന്ന ആളുകളോട്, ഓൺലൈനായി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളോട്, അടുത്ത 2026 നീറ്റ് ആസ്പിരൻസിനോട് നിവേദിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും ഇപ്പോൾ ചിലപ്പോൾ നീറ്റ് 2025 എക്സാം ഡിഫിക്കൽട്ടി ഒക്കെ കണ്ട് പേടിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടാൻ തയ്യാറായാൽ ധൈര്യമായിട്ട് സൈലത്തിലേക്ക് വരാം. ഏത് തരം മാറ്റത്തെയും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സൈലം. അപ്പോൾ അതിന് എന്തൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണോ അതൊക്കെ തരും. കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള എഫേർട്ടും കൂടി വന്നാൽ മതി. അപ്പോൾ നീറ്റ് 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിവേദിത മോള് അടിപൊളിയായി പഠിച്ച് നമ്മൾ ആഗ്രഹിച്ച ഒരു സ്കോറിലേക്ക് എത്തി. നമ്മൾ ആഗ്രഹിച്ച ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷനൊക്കെ എടുത്ത് ഒരു നല്ല ഡോക്ടർ നിവേദിതയായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.